ഇത് കസ്റ്റമറാണ് ഈ പുള്ളിക്കാരൻ കേട്ടാ. സംഭവം എന്താ പറയുമോ, ഒരു ഇഷ്യൂ ഉണ്ടായി. പറ സംഭവം വേറെ ഒന്നുമില്ല. ഞാൻ എടുത്ത ഫുഡ് വന്നിട്ട് സംഭവം അത് ഈ പുള്ളിക്കാരൻ ഓർഡർ ചെയ്ത ഫുഡിലാണ് പുള്ളി പറയുന്നത്. അതായത് ഞാൻ എടുത്ത ഫുഡ് നമ്പർ നോക്കിയിട്ട് കറക്റ്റ് പാർസലാണ് തന്ന ഇറാനി റെസ്റ്റോറൻറ്റ് കടമനയെന്ന്. പക്ഷേ ഇവിടെ വന്ന കസ്റ്റമർ പറയാണ് ആ പുള്ളി ഓർഡർ ചെയ്ത ഫുഡിൽ ഞാൻ പറയാണ്. പുള്ളി എൻ്റെ അടുത്ത് ഉടക്കാൻ നിൽക്കുകയാണ്, പുള്ളി അടിക്കാൻ നിൽക്കുകയാണ്. ഇപ്പം അടിക്കാൻ കൈ വാങ്ങിയാണ്ടല്ലോ ഈ പുള്ളിക്കാരൻ. ഭയങ്കര മോശപ്പെട്ടൊരു സത്യം പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു പുള്ളിയെടുത്ത്. ഞാൻ പുള്ളിയെടുത്ത് പ്രത്യേകം പറഞ്ഞ് ബ്രോ ഒരു കാര്യം ചെയ്യും, ഞാൻ ആ പോകുന്ന വഴിക്ക് ഈ റെസ്റ്റോറൻറ്റിൽ പോയി ഈ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി പറഞ്ഞത് എന്നെ വിടൂല, എന്നെ ഇപ്പോൾ അടിക്കണം പുള്ളിക്ക്, ഞാൻ ഇപ്പോൾ പൈസ കൊടുക്കണമെന്ന്. അത് ഓൺലൈൻ പെയ്ഡാണ്, പൈസ അടച്ച് കഴിഞ്ഞ്. അത് സംഭവം സൊമാറ്റോ അല്ല ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അവിടെ റെസ്റ്റോറൻറ്റുകാരാണ്. അപ്പോൾ അവരുടെ അടുത്ത് വിളിച്ച് ചോദിക്കേണ്ടത്. പുള്ളി വിളിച്ച് ചോദിക്കാന്നുള്ളൂ. ഇവിടുന്ന് അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. പുള്ളിക്കാണെങ്കിൽ പോകാമായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ് പോകുന്ന വഴിക്ക് വേണമെങ്കിൽ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് സമ്മതമില്ല. പുള്ളിക്ക് ഇപ്പം തന്നെ എന്തെങ്കിലും സൊല്യൂഷൻ വേണം. പുള്ളിക്ക് വേറെ ഒന്നുമില്ല, ഞാൻ പൈസ കൊടുക്കണം പുള്ളി കയ്യിൽ നിന്ന്. അപ്പോൾ ഇതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ. സത്യം പറഞ്ഞത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര മോശപ്പെട്ട ഒരു എന്താ പറയുക ഒരു കസ്റ്റമർ. ഞാൻ സത്യം പറഞ്ഞാൽ എത്രയോ കസ്റ്റമറുണ്ട്, ഇതുപോലത്തെ ഒരു കസ്റ്റമർ ഞാൻ കണ്ടില്ല. പുള്ളി ഒരു ഗുണ്ടായുസം പോലെ പുള്ളിയുടെ പെരുമാറ്റം. അടിക്കാൻ നിൽക്കുകയാണ്, ചീത്ത വിളിക്കാൻ നിൽക്കുകയാണ്, നീ വാ പോകുന്ന സംസാരിക്കുകയാണ്. പുള്ളി ഓർഡർ ചെയ്ത ഫുഡ് ചിക്കൻ മന്തി പീസസ് എന്നാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ മന്തി ഞാൻ പറഞ്ഞു. പുള്ളി ഓർഡർ ചെയ്യേണ്ട പുള്ളിക്ക് ആവശ്യപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ മന്തി റൈസാണ്. അപ്പോൾ ആ ഓർഡർ ഐറ്റം അത് ഇല്ലെന്ന് പറഞ്ഞാൽ പുള്ളി ഉടക്കാൻ നിൽക്കാൻ എടുത്ത് വേറെ. ഇപ്പോൾ ഈ ക്യാമറയിൽ വ്ളോഗ് ചെയ്താൽ പുള്ളി ഓടിക്കളഞ്ഞു. ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമറിന് ഇവിടെ. ഞാൻ അപ്പോൾ ആ പുള്ളി ഓർഡർ ചെയ്ത ഐറ്റം വേറെയാണ്. അപ്പോൾ നമുക്കതെന്ന് അറിഞ്ഞൂടല്ലോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് എടുക്കുന്നു, കാറിനെ കൊണ്ട് കൊടുക്കുന്നു. അകത്തുള്ള പാർട്ടിയാണ്. പുള്ളി അടിക്കാൻ നിൽക്കണം പുള്ളീനെ ആണ്. ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്തില്ലെങ്കിൽ പുള്ളീനെ അടിച്ചേനപ്പം. ഭയങ്കര മോശമായിട്ട് പെരുമാറി. ഒരു ഗുഡ് ന്യൂസ് കേട്ടാ, എൻ്റെ ഇൻസെൻറ്റീവ് കട്ടായി. ഇന്ന് കഷ്ടപ്പെട്ട് സത്യം പറഞ്ഞ 4 മണിക്കൂർ വർക്ക് ചെയ്തതിൻ്റെ ഇൻസെൻറ്റീവ് കട്ടായി ഈ ഒരു പുള്ളി കാരണം. എന്നെ പിടിച്ച് നിർത്തി ഇത്ര നേരം കൊണ്ട്. ഞാൻ അപ്പോഴേ പുള്ളി പറഞ്ഞാണ് എൻ്റെ ഇൻസെൻറ്റീവ് കട്ടാവും, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുള്ളത്. പുള്ളിനെ വിടുന്നില്ല. പുള്ളി നിന്ന് ഇപ്പോൾ കാണാമായിരുന്നു. സത്യം പറഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്ത പുള്ളി ഓടിക്കളഞ്ഞു. അതുവരെ പുള്ളി ഷോ ആയിരുന്നു കിടന്നു. ഞാൻ പറയാണ്, ഞാൻ യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി ആ സമയം വരെ പുള്ളി എടുത്ത് നീ ആടാ നീ വാടാ പോടാൻ വിളിക്കണം. അതിനെ നമ്മൾ ആരാണ് ഇവരൊക്കെ? എൻ്റെ ജോലി എന്ന് പറയുന്നത് ഡെലിവറിയാണ്. ഫുഡിൻ്റെ ആ നമ്പർ കോഡ് നോക്കി കറക്റ്റായ ഫുഡ് എടുക്കുക, കൊണ്ട് കൊടുക്കുക. ആ ഫുഡിൻ്റെ അകത്തുള്ള ഐറ്റം എന്താണ് ഓപ്പൺ ചെയ്ത് നോക്കണം അധികാരം നമുക്കില്ല. അത് കസ്റ്റമർ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകാർ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് തരണം. ഇവിടെ ഇവർ ഓർഡർ ചെയ്യുന്ന ഐറ്റമാണ് അവിടെ അവർ പാക്ക് ചെയ്യണത്. അപ്പോൾ റെസ്റ്റോറൻറ്റുകാർ വിളിച്ച് ചോദിക്കണം എന്തുകൊണ്ട് എൻ്റെ ഐറ്റം കൊണ്ടുവന്നിരുന്നുള്ള കാര്യം. അല്ല നമ്മൾ ചാടിച്ച് കാര്യമില്ല. നമ്മൾ ഒരു പോസ്റ്റ്മാൻ പോലെയാണ്. അയക്കുന്ന ആൾ വാങ്ങിക്കുന്ന ആൾ മാത്രമേ ഇതിൽ റോളല്ലോ. നമ്മൾ ആ ഫുഡ് കറക്റ്റായിട്ട് എത്തിക്കുക. ആ ഫുഡ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ മാറ്റി തരാം, കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഫുഡ് എടുത്ത ഫുഡ് മാറിപ്പോയി, നമ്പർ മാറി എടുത്തെങ്കിൽ ഞങ്ങൾ ഫുഡ് മാറ്റി തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അകത്തുള്ള ഫുഡ് ഐറ്റം വേറെയാണ്, ബാക്കിയെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് റെസ്റ്റോറൻറ്റിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ അവിടെ പോയാണ് സംസാരിക്കേണ്ടത്. ഈ കാണിച്ച ഷോ അവിടെ കാണിക്കാത്തത് റെസ്റ്റോറൻറ്റിൽ പോയി കാണിക്കാത്തത്. അപ്പോൾ ധൈര്യമില്ല. നമ്മളെ പോലെ പാവപ്പെട്ട പയ്യന്മാരുടെ എന്തും കാണിക്കാം. മനസ്സിലായല്ലോ? ഇതാണ് ഈ സ്വഭാവം നമ്മൾ ആൾക്കാർ. അപ്പോൾ ഈ ഫുഡ് ഓർഡർ ചെയ്ത ആളുടെ പേര് ഹൻസാറാണ്. ഹൻസാർ ലൊക്കേഷൻ വന്നിട്ട് പറഞ്ഞത് കറക്റ്റായിട്ട് ഇവിടെ ഒരു നേമോ ലൊക്കേഷനാണ്. പുള്ളിയുടെ മോൻ കാണിക്കാൻ പറ്റിയില്ല, പുള്ളി ഓടിക്കളഞ്ഞ്. കുഴപ്പമില്ല, എന്തായാലും എടുക്കാം, കുഴപ്പമില്ല, എടുത്തേക്കാം. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം കാണുമല്ലോ, തപ്പി എടുത്തില്ല.